പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു 2025 ഏപ്രിൽ 14-ാം തീയതിയാണ്. 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കൽ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ മുൻനിർത്തി ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ മറ്റു ജ്യോതിഷ വിദഗ്ധരിൽ നിന്നും കേട്ടിട്ടുള്ള ഫലപ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം നിങ്ങൾക്ക് മറ്റേത് പ്രവചനത്തെക്കാളും മികച്ചതായി തീരുവാൻ ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ വിഷുഫലം വൃശ്ചികക്കൂറുകാരുടേതാണ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഈ വർഷത്തെ വിഷുഫലം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും തൊഴിൽ തടസ്സങ്ങൾ മാറി വരുന്നതിനും ഈ ഒരു കാലഘട്ടം അനുകൂലമാണ്. മറ്റുള്ളവരുമായി കൂടുതൽ സൗഹൃദ മനോഭാവം വളർത്തുന്നതിനും കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്നതിനും ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പുകളിൽ മികച്ചതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ശത്രുക്കളുടെ മേൽ അന്തിമ വിജയം കരസ്ഥമാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി ധനം ദുർവിനിയോഗം ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. ധനത്തിന്റെ വരവ് ചിലവ് കാര്യങ്ങളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ചെറിയ രോഗങ്ങൾ അശ്രദ്ധ മൂലം വർദ്ധിക്കുന്നതിന് ഇടയായേക്കാം. ആരോഗ്യകാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ, തീ കൊണ്ടുള്ള അപകടങ്ങൾ മുതലായവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ അല്പം കൂടി ജാഗ്രത പുലർത്തുക. അപ്രതീക്ഷിതമായുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുന്നതാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്നതിനും ധാരാളം പ്രശംസ ലഭിക്കുന്നതിനും ഈ വർഷം അനുകൂലമാണ്. IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം സ്ഥാനക്കയറ്റം ലഭ്യമാകുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതിനും ഇടയാവുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്താനത്തിന്റെ ജോലിക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തുവാൻ ഈ വർഷം അവസരം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയും ദൂരദേശത്ത് പഠനത്തിന് സൗകര്യവും ലഭ്യമാകുന്നതാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിന് വഴിമാറുന്നതാണ്. ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ച് അതിനായി പഠനം നടത്തുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. വിവാഹകാര്യങ്ങളിൽ അല്പം കാലതാമസം ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ചില പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടതായി വരുന്നതാണ്. ആരോഗ്യം മികച്ചതായി തീരുവാൻ വേണ്ട എക്സസൈസുകൾ, യോഗ, മെഡിറ്റേഷൻ മുതലായവ പരിശീലിക്കുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട വൃശ്ചികക്കൂറുകാരെ, നിങ്ങളുടെ ഈ വർഷത്തെ വിഷുഫലം ഇങ്ങനെയാണ്. ഇതിൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രഭാവം കുറയ്ക്കുന്നതിനും ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അതേപടി ലഭ്യമാകുന്നതിനും വേണ്ടി ചില വഴിപാടുകൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശാസ്താവിന് മുഖക്കാപ്പും നീരാഞ്ജനവും സമർപ്പിക്കുന്നതും, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിഹാരം എന്നിവ സമർപ്പിക്കുന്നതും, പാൽപായസം കഴിപ്പിക്കുന്നതും, ഗൃഹത്തിൽ ദേവീസ്തോത്രങ്ങളും ശിവസ്തോത്രങ്ങളും പാരായണം ചെയ്യുന്നതും ഗുണകരമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷു സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. വിഷു ആശംസകൾ.